മിഡ് ഡേ മസാലയിൽ RJ സൂര്യയുടെ കൂടെ ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആളൊരു കോട്ടയത്തുകാരനാണ്, പക്ഷെ ഇപ്പോൾ ഉള്ളത് ബ്രിസ്ബെയിനിലാണ് കേട്ടോ. ക്വീൻലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ആള് മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളിനുള്ളൊരു കണ്ണൂർ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ നിഫ്റ്റിന്റെ കണ്ണൂർ ക്യാമ്പസിലാണ് ആൾ 4 വർഷം പഠിച്ചത്. എന്ത് പഠിച്ചു? ഫാഷൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. എന്നിട്ടോ രാജ്യത്ത് തന്നെ ഒന്നാമനായിട്ട് 9.8 CGPA ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടാണ് പാസ് ഔട്ട് ആയത്. എന്നിട്ടോ ഓസ്ട്രേലിയയിലെ 8 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിനായിട്ട് അപ്ലൈ ചെയ്തു. 8 യൂണിവേഴ്സിറ്റിയിലും കിട്ടി. അതിൽ ക്വീൻലാൻഡ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു. മികച്ച ലോക റാങ്കിംഗ് ആണ്. കാരണം അവിടുത്തെ PGക്കായിട്ട് അപേക്ഷിക്കുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ബെസ്റ്റ് എമർജിംഗ് സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ. 20,000 ഓസ്ട്രേലിയൻ ഡോളറാണ് സ്കോളർഷിപ്പ്. അത് നേടി പഠിക്കുന്ന മിടുക്കൻ ആകാശ് കുര്യൻ തോട്ടം കോട്ടയം ഞാലിയാക്കുഴി സ്വദേശിയാണ്. ഇപ്പോൾ ബ്രിസ്ബെയിനിലാണ്. എന്നാൽ ഇപ്പോൾ ഉള്ളത് മിഡ് ഡേ മസാലയിൽ RJ സൂര്യയുടെ കൂടെയാണ്. നമുക്ക് നേരിട്ട് ചോദിച്ചാളാം, എന്താണ് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ? സൂര്യ, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞൊരു പാത്വേ ആണ്. ഫാഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ചെന്നുപെടാൻ പറ്റുന്ന ഒരു പാത്വേ. എങ്ങനെ ഒരു ബ്രാൻഡിന് യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാം, വിച്ച് റിസൾട്ട്സ് ഇൻ മാക്സിമം വിസിബിലിറ്റി ആൻഡ് ഇമ്പാക്ട് എന്നാണ് നമ്മളെ ഈ 4 വർഷത്തിന്റെ കോഴ്സ് സ്ട്രക്ചറിൽ പഠിപ്പിക്കുന്നത്. ടു സം ഓഫ് ദിസ് പ്രോഗ്രാം നമുക്ക് ചിലപ്പം 4 പാത്വേസ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഇസ് ഗ്രാഫിക് ഡിസൈൻ, സെക്കൻഡ് ഇസ് സ്പേസ് ഡിസൈൻ, തേർഡ് ഇസ് ഫാഷൻ മീഡിയ ആൻഡ് ഫോർത്ത് ഇസ് ഫാഷൻ തിങ്കിങ്. അതിനകത്ത് ഗ്രാഫിക് ഡിസൈൻ എന്ന് വരുമ്പോഴത്തേക്ക് അഡ്വാൻസ്ഡ് ആയ രീതിയിൽ മൾട്ടിമീഡിയ ഡിസൈനിങ്ങും UI/UX ഡിസൈനിങ്ങും ആനിമേഷനും വെബ് ഡിസൈനിങ്ങും എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സ്പേസ് ഡിസൈൻ വരുമ്പം എങ്ങനെ ഒരു സെറ്റ് ഡിസൈൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്റ്റോർ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ വിഷ്വൽ മെർച്ചൻഡൈസിങ് എങ്ങനെ നടത്താം, അല്ലെങ്കിൽ എക്സിബിഷൻ ഡിസൈൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന ടോപ്പിക്സും. ഫാഷൻ മീഡിയ എന്ന് വരുമ്പോഴത്തേക്ക് ഫാഷൻ ഫോട്ടോഗ്രാഫി ആസ് വെൽ ആസ് ഫാഷൻ ജേർണലിസം ക്ലബ് ചെയ്ത് വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഫാഷൻ തിങ്കിങ് ഇച്ചിരി ടെക്നിക്കൽ പ്രോഗ്രാമാണ് വിച്ച് ഡീൽസ് വിത്ത് സബ്ജക്ട് ലൈക്ക് സെമിയോട്ടിക്സ് ഓഫ് ഫാഷനും ആർട്ട് ഹിസ്റ്ററിയും ഫാഷൻ ഹിസ്റ്ററിയും എന്നൊക്കെ. ഇതല്ലാതെ തന്നെ നമുക്ക് കുറേ ബിസിനസ് ആസ് വെൽ ആസ് കമ്മ്യൂണിക്കേഷൻ സബ്ജക്ട്സും നമ്മൾ ഈ 4 വർഷത്തിന് സ്റ്റഡി പീരിയഡിൽ കവറപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയ പ്രൊഫഷണൽസ് ആണ്, ഹു ക്യാൻ ഗിവ് ഔട്ട് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഫൈനാൻഷ്യലി വയബിൾ ആയ സൊല്യൂഷൻ. ഒരു ഡിസൈനർ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻ കൊടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റ്സ്. അപ്പോൾ ഇതൊരു കടലാണ്. ഒരു ഫാഷൻ ഡിസൈനറിന്റെ വർക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുക, അതിനുള്ള പരസ്യം, പിന്നെ ബിസിനസ്, മാർക്കറ്റിംഗ്, ഫോട്ടോഗ്രാഫി, ജേർണലിസം, അങ്ങനെ കുറേ മേഖലകളുണ്ട് അല്ലേ. എനിവേ, ഇനിയത്തെ ഒരു ജനറേഷനോട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയാനുണ്ടാവില്ലേ, ഒരു എന്താ പറയാ മെസ്സേജ് പോലെയൊക്കെ? അതും നമുക്ക് കേൾക്കണ്ടേ സൂര്യ? അത് ആക്ച്വലി നമുക്ക് ഇന്ന് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ അല്ലാതെ തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്യാനും അതിന് ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരെയാണ് നമുക്ക് ഇന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ശരിക്കും ആവശ്യം. എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കരിയർ പാത്വേ എടുത്താലും, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗോ മെഡിസിനോ ഡിസൈനോ കമ്മ്യൂണിക്കേഷൻ എടുത്താലും നമ്മൾ ആദ്യം സ്കെപ്റ്റിക്കൽ ആയിരിക്കും. പക്ഷെ വഴിയെ അതിനൊരു പേർപ്പസ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എന്താണോ പഠിക്കുന്നത് അതിന് മീനിങ് ഫുൾ ആക്കി തീർക്കാൻ പറ്റുകയാണെങ്കിൽ, യുൽ സ്റ്റാർട്ട് എൻജോയിങ് ദ ഹോൾ പ്രോസസ് ഓഫ് സ്റ്റഡിങ് ആസ് വെൽ ആസ് ഇംപ്ലിമെന്റിങ് ഇറ്റ്. ആൻഡ് ഐ തിങ്ക് അങ്ങനെ ചെയ്യുമ്പോൾ യുൽ ഡെഫിനറ്റ്ലി റീപ് ദ ബെസ്റ്റ് ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ഇറ്റ്. അത് അല്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി എന്ത് ചെയ്താലും അതിൽ ഇൻവോൾവ് ആണെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, വിച്ച് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ദ കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ, ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. ഇതല്ല എന്നൊരു അഡ്വൈസ് രീതിയിലാണെങ്കിൽ, ഫോളോ യുവർ ഹാർട്ട്, ലിവ് അപ് ടു യുവർ ഡ്രീംസ് ആൻഡ് ഗോ ഫോർ ഇറ്റ്, ബിക്കോസ് ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. പറയാൻ ഏറ്റവും ബെറ്റർ പേഴ്സൺ ആണ് ആകാശ് കുര്യൻ തോട്ടം. രാജ്യത്ത് തന്നെ ഒന്നാമനായിട്ട് പഠിച്ചിറങ്ങിയ ആളാണ്. അതുപോലെ തന്നെ 20,000 ഓസ്ട്രേലിയൻ ഡോളർ സ്കോളർഷിപ്പോട് കൂടി ഇപ്പോൾ ക്വീൻലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മിടുക്കൻ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓരോ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ, ഇന്ന കോഴ്സ് പഠിക്കണം, ഇന്നതാണ് എൻ്റെ ആഗ്രഹം, ഇന്ന ആളാവണം എന്നൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതല്ല, എൻജിനീയറിംഗ് എടുത്ത് പഠിക്കൂ, അല്ലെങ്കിൽ ഡോക്ടർ ആവൂ, ഇന്നതാകൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ സ്വപ്നങ്ങളെ ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ട. അവർ ചിറക് വെച്ച് പറക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരങ്ങനെ പറന്ന് പോട്ടെ. അതല്ലേ അതിൻ്റെ ഒരു രസം. എനിവേ, മിഡ് ഡേ മസാല ഞാൻ കേട്ടനിടുകയാണ്. ഇനി യുവയാണ് വിത്ത് RJ മനു ആൻഡ് ഇറ്റ്സ് മീ സൂര്യ വൈൻഡിങ് അപ്പ്. സ്റ്റേ ട്യൂൺ ടു സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.